നമസ്കാരം. മുകേഷ് രാജിവെക്കണോ വേണ്ടേ എന്ന കാര്യത്തിൽ രണ്ട് തട്ടിലായി CPM-ഉം CPI-യും. ഇതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിൽ മാത്രമല്ല ഭരണമുന്നണിയിലും അസ്വസ്ഥത വിതയ്ക്കുകയാണ്. ആരോപണ വിധേയനായ നടനും MLA-യുമായ മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് CPM-ഉം CPI-യും നേരിട്ട് ഏറ്റുമുട്ടുന്നത്. CPI-യുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്നാണ് CPM തീരുമാനം. ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ മുകേഷ് MLA സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടെന്ന് CPM തീരുമാനിച്ചു. പാർട്ടി അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ധാരണ. കേസിന്റെ തുടർ നടപടി നിരീക്ഷിച്ച ശേഷമാകാം തുടർ തീരുമാനങ്ങൾ എന്നാണ് ധാരണ. അതേസമയം സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്യും. മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു എന്നത് പരിഗണിച്ച് തിടുക്കപ്പെട്ട് രാജിവെക്കേണ്ടതില്ലെന്നാണ് പൊതുവിൽ ഉയർന്ന അഭിപ്രായം. മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. സമാനമായ പീഡനക്കേസിൽപ്പെട്ട കോൺഗ്രസ് MLA-മാർ ആദ്യം രാജിവെക്കട്ടെ, അതിനുശേഷം മുകേഷ് രാജിവെക്കുന്ന കാര്യം തീരുമാനിക്കാമെന്നായിരുന്നു ജയരാജൻ പ്രതികരിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് മുഖം നോക്കാതെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇടതുമുന്നണി കൺവീനർ പറഞ്ഞെങ്കിലും ഉള്ളിലിരിപ്പ് വ്യക്തമായിരുന്നു. അതേസമയം ഇതങ്ങനെ വിടാൻ തയ്യാറല്ല എന്ന ഭാവത്തിലാണ് CPI. മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യത്തിൽ CPI നേതാവ് ആനി രാജ ഉറച്ചു നിൽക്കുകയാണ്. വിഷയത്തിൽ CPI-യിലും ഭിന്നത നിലനിൽക്കുന്നതായാണ് സൂചന. സർക്കാരിനെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കാതെ ഇടതുപക്ഷത്തിന്റെ ഒരു MLA എന്ന നിലയിൽ മുകേഷ് തീരുമാനമെടുക്കണമെന്നാണ് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു പറഞ്ഞത്. മുകേഷിനെതിരെ ഉയർന്നിട്ടുള്ളത് ഗൗരവമായ ആരോപണമാണെന്നും പ്രകാശ് ബാബു പറഞ്ഞു. ധാർമ്മികമായി രാജിവെക്കാതെ മുന്നോട്ടു പോകുന്നത് ശരിയല്ലെന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായം. എന്നാൽ രാജിക്കാര്യം CPM-ഉം മുകേഷും തീരുമാനിക്കട്ടെ എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗത്തിൽ അഭിപ്രായപ്പെട്ടത്. നേരത്തെ നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷ് MLA-ക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊച്ചി മരട് പോലീസാണ് കേസെടുത്തത്. IPC 376 ബലാത്സംഗം, IPC 354 സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം, IPC 452 അതിക്രമിച്ചു കടക്കൽ, IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം, വാക്കുകൾ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. ഗുരുതരമായ കേസെടുത്തിട്ടും രാജിക്ക് പകരം സ്ഥാനങ്ങളിൽ നിന്നും നീക്കിയാൽ മതി എന്ന മട്ടിൽ CPM എടുത്ത തീരുമാനം കൂടുതൽ ഭിന്നതയിലേക്ക് ഇടതുമുന്നണിയെ തള്ളിവിടുന്നു.